ശുഭേ, റൂമിന്റെ വാതിൽ ഓരോ മുട്ട് കേൾക്കുമ്പോഴും ഈ ഏട്ടന്റെ പെങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ പേരാണ് ഞാൻ ഹോസ്പിറ്റൽ നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ, അവൻ സമ്മതിച്ചില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വലുതായാലും നമ്മൾ പറയണതിനൊന്നും ഒരു വിലയും കൊടുക്കൂല. ആ, അതൊക്കെ പോട്ടെ. ഏട്ടന്റെ വയ്യായ ഇപ്പം എങ്ങനെയുണ്ട്? അധിക നേരം ഇങ്ങനെ ഇരിക്കാനൊന്നും വയ്യ. ഇനി കൂടുതൽ കാലം ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കിഡ്നി 2 തകരാറില്ല. 30-35% ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ഉടനെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കിഡ്നി തരാമെന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മാച്ചാവുന്നില്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു കിഡ്നി മതി, എല്ലാം നടക്കും. ടോട്ടലി നോർമലായി വർഷങ്ങളോളം ജീവിക്കാം. 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഞാൻ അതിൽ കൂടുതൽ കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഒന്നും അങ്ങ് മാച്ചാവുന്നില്ല. ഇന്നലെ ഏതോ ഒരു കുട്ടിയുടെ കൈയൊടിഞ്ഞ് പ്രിയേഷ് ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലേ? അതാ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പറ്റിയതാ. എന്താ ഏട്ടാ? അവൻ ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെതും മാച്ചിങ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ 25 പകരം ഞാൻ 35 ലക്ഷം തരാം. ശുഭ, പ്രിയേഷിനോടൊന്ന് സംസാരിക്കുമോ? എന്ത്? കിഡ്നി. അവനാവുമ്പോൾ ചെറുപ്പമാണ്, ആരോഗ്യമുണ്ട്. 35 ലക്ഷവും കിട്ടും. നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുകയും ചെയ്യും. എടാ, മേജർ സർജറിയാണ്. അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും അത്രേ. 2 കിഡ്നിയും പോയി കിടക്കാന്ന് ഏട്ടൻ പറഞ്ഞത്. നന്നായി. അയാൾ കള്ളും കഞ്ചാവും അടിച്ചേറ്റി നടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്നിട്ട് പാശാന് ഞാൻ പൊന്നുപോലെ കൊണ്ടു കിടക്കുന്ന എൻ്റെ കിഡ്നി വേണം. കൊള്ളാം. എടാ, ഒരെണ്ണം കിട്ടിയാൽ തന്നെ ശരിയാവും അത്രേ. നല്ല ആഗ്രഹമാണല്ലോ. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാനെന്ത് പറയാൻ? നിന്റേതായിട്ട് ഇനി ഈ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ, അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സ്വന്തം മക്കളെ ട്രോളരുത്. പ്രിയേഷ്, നീ വല്ലയിടത്തുനിന്ന് വല്ല ലോൺ എടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പ്ലാൻ ഉണ്ടാ? എടാ, എന്റെ ഈ വള വെച്ചത് കൂടാതെ പിന്നെ നീ വേറെ ലോൺ എടുത്ത് കൂട്ടിയോ? ഒരു പേഴ്സണൽ ലോണാണ്. എടാ, ലോണിന്റെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. എന്ത് വൃത്തിയുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചെന്നറിയോ? നീ എന്തിനാ എന്റെ നമ്പർ കൊടുത്തത്? നീ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല പ്രിയേഷ്. ഞാനൊരു കാര്യം പറയാം, നീ ലോൺ അടച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അതൊക്കെ നിന്റെ തലവേദന. ഇനി അവരെന്നെ വിളിക്കരുത്. ഞാൻ നിങ്ങളെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതെന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ചിലപ്പോൾ വിളിച്ചായിരിക്കും. അവരെ ഞാൻ നാളെ തന്നെ വിളിച്ച് പറഞ്ഞോളാം. എടാ, നീ എന്റെ വള പണയം വെച്ചില്ലേ? അത് നീ എപ്പോ തരും എനിക്ക്? കൊറേ ദിവസമായില്ലേ ഞാൻ എന്റെ ഏട്ടനോട് പറയൂട്ടെ പ്രിയേഷ്. ഏട്ടനറിയാൻ നിനക്ക് അറിയാലോ എന്താ ഉണ്ടാവുക. 4 പവനല്ലേ ഉള്ളൂ, 400 എടുത്തു തരാം. എപ്പോ എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? ഇതൊരു സമാധാനം തന്നൂടെ നിനക്ക്? എടാ, നീ ഇത് പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയി വെച്ചത്? ഇതിപ്പോ എത്ര ദിവസമായി? നീയൊന്നും മിണ്ടാണ്ടിരിക്കാൻ കഴിക്കട്ടെ. ആ, കഴിക്ക്. എന്നാ എനിക്ക് മതി. എടാ, ഇത് നിനക്ക് ഇഷ്ടമുള്ള മാതിരി വറുത്ത മീനാടാ. കഴിക്കും മോനെ.